I believe there's some explanation for this universe, which you might call God. എലോൺ മസ്ക് എല്ലാവരും വിചാരിച്ചത് തെറ്റാണെന്ന് തെളിയിച്ചു. അതൊരു അസാധാരണ സംഭവമല്ല, പക്ഷെ അദ്ദേഹം തെളിയിച്ചത് വളരെ രസകരമായിട്ടാണ്. കോടീശ്വരനായ മസ്ക് യേശുവിന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. ഇത് ക്രിസ്ത്യാനികളെ വളരെ അത്ഭുതത്തിലാക്കി. ക്രിസ്തുവാണെന്ന് നമ്മളെല്ലാവരും കരുതിയിരുന്ന ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ല എന്ന് എല്ലാവരെയും കാണിക്കാൻ എലോൺ മസ്കിന് കഴിഞ്ഞു. അപ്പോൾ പള്ളികളിൽ തൂക്കിയിട്ടിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും യേശു ക്രിസ്തു അല്ല എന്നാണെങ്കിൽ അത് ആരാണ്? യഥാർത്ഥ ക്രിസ്തു കാണാൻ എങ്ങനെയായിരിക്കും? ഈ ഞെട്ടിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്രിസ്തുവിന്റെ രൂപത്തിലെ ആശയക്കുഴപ്പം. സത്യം എന്താണെന്ന് പറഞ്ഞ യേശുവിന്റെ രൂപത്തെക്കുറിച്ച് നൂറ്റാണ്ടുകളായി ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അത് യഥാർത്ഥമല്ല. ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചില നല്ല കാര്യങ്ങൾ കേട്ടു എന്നും പറഞ്ഞ് അയാൾ ഈ ഒരു പ്രത്യേക രൂപത്തിലായിരിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എലോൺ മസ്ക് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കാരണം. യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ അദ്ദേഹം ചരിത്രപരവും ഗവേഷണപരവുമായ വസ്തുതകൾ ഉപയോഗിച്ചു. അങ്ങനെ യേശുവിന്റെ യഥാർത്ഥ രൂപം കണ്ടുപിടിച്ചു. എങ്കിലും ഇതിനകത്ത് നമുക്ക് ചില ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. യേശുവിന്റെ രൂപം ശരിക്കും എങ്ങനെയായിരിക്കുമെന്ന് ആളുകൾ എങ്ങനെ വിചാരിച്ചിരുന്നു? ഈ ചോദ്യം ശരിക്കും പറഞ്ഞ വാർണർ സാൽമൻ എന്ന ആളുടെ അടുത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സാൽമൻ ആയിരുന്നു യേശുവിന്റെ ചിത്രം വരച്ചത്. അത് വളരെ ജനപ്രിയമായി. പക്ഷേ യേശു ഇങ്ങനെ ആയിരുന്നുവെന്ന് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി? ശരി, ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതും എന്നാൽ നിങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതുമായ ഒരാളുടെ ഫോട്ടോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതുപോലെയൊക്കെ തന്നെയാണ് വാർണർ സാൽമനും യേശുക്രിസ്തുവിന്റെ രൂപം വരച്ചത്. ക്രിസ്തുവിന്റെ തല എന്ന് പറയുന്ന ഒരു പ്രശസ്ത ചിത്രമാണിത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകൾ യേശു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഓടിയെത്തുന്ന രൂപമാണിത്. പക്ഷെ ഈ രൂപം യേശുവിന്റെ യഥാർത്ഥ രൂപവുമായി യാതൊരു ബന്ധവുമില്ല. മനസ്സിന് സമാധാനം തരുന്ന, നമുക്ക് നല്ല രീതിയിൽ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ചിത്രങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം യേശുവിനെ ദയയുള്ളവനായി, നല്ല അടുപ്പമുള്ള ഒരാളായി, അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തിനെ പോലെ ആളുകൾക്ക് സങ്കല്പിക്കാൻ സഹായിക്കുന്ന ഒരു പെയിന്റിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരാശയം ഉണ്ടായി. ഇതാണ് യഥാർത്ഥ യേശു എന്ന് പറയാനല്ല, സമാധാനത്തിന്റെയും സൗമ്യതയുടെയും ഒരു സന്ദേശമുള്ള തന്റെ ഉള്ളിൽ തോന്നിയതിനെയാണ് വരച്ചത്. യേശുവിന്റെ രൂപം വരയ്ക്കാൻ വേണ്ടി വാർണർ സാൽമൻ അന്നത്തെ കാലത്ത് ആൾക്കാർ മനോഹരവും മാന്യമാണെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി. അങ്ങനെ യേശുവിന് നല്ല മൃദുവായ, നല്ല തിളങ്ങുന്ന മുടിയും സമാധാനം തോന്നിക്കുന്ന വളരെ ശാന്തമായ ഒരു മുഖവും വരച്ചു. എന്നാൽ അവിടെ ഒരു സംഭവമെന്ന് പറഞ്ഞ വാർണർ സാൽമന് യേശുവിന്റെ മുഖം വരയ്ക്കാനായിട്ട് യേശുവിന്റെ പഴയ ഫോട്ടോയോ അല്ലെങ്കിൽ മുഖത്തെ വർണ്ണിക്കുന്ന വിവരണങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. സത്യം എന്താണെന്ന് പറഞ്ഞാൽ യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ വരയ്ക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രൂപത്തെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടോ ഇല്ല. മിഡിൽ ഈസ്റ്റ്, അതായത് മധ്യകിഴക്കൻ ഭാഗത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവസാനം നോക്കാം. യേശു ഒരിക്കൽ പോലും ഈ ഒരു രൂപത്തിലല്ലായിരുന്നു. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ഒരാളുടെ ചിത്രം വരച്ചിട്ട് അത് കൃത്യമല്ലെങ്കിൽ പോലും അവർ ഇങ്ങനെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ എന്ന് ഊഹിക്കുന്നത് പോലെയാണത്. വാർണർ സാൽമന്റെ യേശു യഥാർത്ഥമായ ചരിത്ര യേശുവിൽ നിന്ന് സാൽമന്റെ സംസ്കാരത്തിലെ ആളുകളെ പോലെയായിരുന്നു യേശുവിനെ വരച്ചത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ രൂപം ഇപ്പോഴും പലർക്കും ഇത്രയധികം അർത്ഥമാകുന്നത് എന്തുകൊണ്ടാണ്? സാൽമന്റെ ചിത്രം വളരെ ജനപ്രിയമായി. കാരണം അവർ എല്ലായിടത്തും അച്ചടിക്കാൻ തുടങ്ങി. പള്ളികളിലും സ്കൂളുകളിലും വീടുകളിലും മാത്രമല്ല, ആളുകളുടെ പോക്കറ്റിൽ പോലും കൊണ്ടുപോകാൻ കഴിയുന്ന ചെറിയ കാർഡുകളായി അവർ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അത് കാരണം യേശു അവരുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷേ അത് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണെങ്കിലും അത് യഥാർത്ഥ വ്യക്തിയെ കാണിക്കുന്നില്ല. ഈ ഒരു ചിത്രം എല്ലായിടങ്ങളിലും പരക്കെ വ്യാപിച്ചതുകൊണ്ട് ആർക്കും തന്നെ കൃത്യമായി അറിയാൻ വഴിയില്ലെങ്കിൽ പോലും യേശു യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. ആദ്യം 1940കളിൽ വാർണർ സാൽമൻ ചിത്രം വരച്ചപ്പോൾ അത് ഇത്രയും വലിയൊരു കാര്യമായി മാറുമെന്ന് അദ്ദേഹം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. ഒരു രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് തനിക്ക് കിട്ടിയ അത്ഭുതകരമായ ഒരു ദർശനമായിരുന്നു ആ ചിത്രമെന്ന് വാർണർ സാൽമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് എന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായാണ് ജനുവരി 1924 പുലർച്ചെ 2 മണിക്ക് എനിക്ക് ഈ ദർശനം കിട്ടിയതെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല തിളങ്ങുന്ന, നല്ല ദയ തോന്നിക്കുന്ന, നല്ല നീണ്ട മുടികളെ സൗമ്യമായി തോന്നിക്കുന്ന രീതിയിലുള്ള യേശുവിനെ വരച്ചു. യേശുവിന്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള യാതൊരു വസ്തുതകളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല, പക്ഷേ ആളുകളുടെ ഹൃദയവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു വികാരത്തെയാണ് വാർണർ സാൽമൻ വരച്ചത്. ഇതാണ് യഥാർത്ഥ യേശു എന്ന് ആരോടും വാർണർ സാൽമൻ പറഞ്ഞിട്ടില്ല.
ആ ചിത്രം നല്ല ശാന്തത തോന്നിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ പിടിച്ചെടുത്തു. ഈ ചിത്രം വളരെ വേഗത്തിൽ തന്നെ എല്ലായിടത്തും പരക്കാൻ തുടങ്ങി. ആ സമയത്ത് വ്യാപകമായി ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യ കാരണം ഈ ചിത്രം വളരെ വേഗത്തിൽ തന്നെ എല്ലായിടത്തും ചെന്നെത്തി. ഇങ്ങനൊരു കാര്യമൊന്നും സങ്കല്പിച്ചേ. ഫോട്ടോസ് ഒന്നും പെട്ടെന്ന് അച്ചടിക്കാൻ കഴിയാത്ത ഒരു സമയം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. പിന്നെ അങ്ങോട്ട് മുമ്പെങ്കും ഇല്ലാത്ത വിധത്തിൽ പ്രിന്റ് ചെയ്യാനോ ആരംഭിച്ചു. ഈ ഒരു സമയത്താണ് ഈ വാർണർ സാൽമാൻ ഈ രൂപം വരച്ചത്. ആ സമയം തന്നെ വരച്ച ഫോട്ടോ ഒരുപാട് പ്രിന്റ് ചെയ്യാനും ആരംഭിച്ചു. പല പല സ്ഥലങ്ങളിൽ പിന്നെ അതിനെ കാണാൻ തുടങ്ങി. പോസ്റ്ററുകളിൽ, പ്രാർത്ഥനാ കാർഡുകളിൽ, ചർച്ചിന്റെ നോട്ടീസ് ബോർഡിൽ, പള്ളികളിലുള്ള എല്ലാ ഗ്ലാസ് ജനാലകളിലും വരച്ചു തുടങ്ങി. ആളുകൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ യേശുവുമായി വളരെ അടുപ്പം തോന്നിയതുകൊണ്ട് പള്ളികളിൽ ഇത് ഇഷ്ടപ്പെട്ടു. ഇത് യഥാർത്ഥ വസ്തുതകളെ അനുസരിച്ചല്ല, വികാരങ്ങളെ അനുസരിച്ചായിരുന്നു. ഈ ചിത്രം എവിടെ നിന്നാണ് വന്നതെന്നോ ഇത് യഥാർത്ഥമാണോ എന്ന് ആളുകൾ പിന്നെ ചോദ്യം ചെയ്തില്ല. കാരണം അതവർക്ക് ആവശ്യമുള്ള ഒന്ന് കൊടുത്തു. എന്താണെന്ന് പറഞ്ഞാൽ യേശുവിനെ സൗമ്യനും സ്നേഹനിധിയും അടുത്തിടപഴകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു മാർഗം ഈ ചിത്രം ഉണ്ടാക്കി കൊടുത്തു. ചിത്രം എല്ലായിടത്തും പ്രചരിച്ചപ്പോൾ ഇത് പള്ളിയുടെ തന്നെ സ്വന്തം ഭാഗമായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങി. നമ്മൾ പോകുന്നിടത്തെല്ലാം ഒരു രൂപം തന്നെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ആ വ്യക്തിയുമായി ഭയങ്കര ബന്ധം നമുക്ക് തോന്നും. ഇതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പള്ളികൾ മുഴുവനും ഈ സൗമ്യത തോന്നിക്കുന്ന രൂപം പ്രിന്റ് ചെയ്തു വയ്ക്കാൻ തുടങ്ങി. ഇത് സർവ്വസാധാരണമായി എല്ലാ സ്ഥലത്തും കണ്ടുവന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ചിത്രം സർവ്വസാധാരണമായി. ഈ ചിത്രം എവിടെ നിന്നാണെന്ന ചോദ്യം എല്ലാവരുടെ മനസ്സിൽ നിന്നും പിന്നെ മാഞ്ഞുപോയി. ചില പള്ളികളിൽ അത് ബലിപീഠത്തിന് മുകളിൽ തൂക്കിയിട്ടു. അത് ആരാധനയുടെ കേന്ദ്ര ഭാഗമാക്കി മാറ്റി. മറ്റു ചിലർ സൺഡേ സ്കൂൾ ക്ലാസ് കുട്ടികളെ പഠിപ്പിക്കാൻ അത് ഉപയോഗിച്ചു. അങ്ങനെ യേശുവിനെ എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ സങ്കല്പിക്കാൻ തുടങ്ങിയിരുന്നു. കാലക്രമേണ ആളുകൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാതെ തന്നെ അതിനെ സ്വീകരിച്ചു തുടങ്ങി. ഈ യേശുവിന്റെ രൂപം ഇത്രയധികം വ്യാപിക്കാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് എന്ന് പറയുന്നത് അത് കാണുമ്പോൾ ആളുകൾക്ക് എന്തു തോന്നി എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ലോകം മൊത്തം യുദ്ധങ്ങളും സാമ്പത്തിക പോരാട്ടങ്ങളും ഉൾപ്പെടെ പല വിധത്തിലുള്ള പ്രശ്നത്തിലൂടെ കടന്നുപോകുന്ന സമയമായിരുന്നു. ആളുകൾക്ക് ആശ്വാസവും പ്രത്യാശയും ആ സമയത്ത് വളരെ അത്യാവശ്യമായിരുന്നു. വാർണർ സാൽമന്റെ ചിത്രങ്ങൾ അത് കൊടുക്കുകയും ചെയ്യുന്നത് പോലെ എല്ലാവർക്കും തോന്നി. ആ ചിത്രം നോക്കുമ്പോൾ യേശു തിരിച്ച് അവരെ സ്നേഹത്തോടെ നോക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നി. പള്ളികൾ ഈ ഒരു വികാരഭരിതമായ ബന്ധത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റി. ഈ ചിത്രം പഠിപ്പിക്കുന്നതിനും പ്രചോദനം നൽകുന്നതിനുമുള്ള ഒരു ഉപകരണമായി മാറി. അത് സത്യമാണോ എന്നതിലല്ലായിരുന്നു കാര്യം, അത് ആളുകളെ എങ്ങനെ വികാരഭരിതരാക്കി എന്നതായിരുന്നു കാര്യം. നാം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ ഇളം ചർമ്മവും മൃദുവായ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടിയും നീല കണ്ണുകളുമുള്ള ഒരു യൂറോപ്യന്റെ രൂപത്തിലാണ് യേശുവിനെ ചിത്രീകരിച്ചതായി ആളുകൾ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ചിത്രം യഥാർത്ഥത്തിലുള്ളതല്ല എന്ന് മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ചരിത്രകാരന്മാരും ബൈബിൾ പണ്ഡിതന്മാരും പറയാൻ തുടങ്ങി. യേശു ഒരു യൂറോപ്യൻ അല്ല, വ്യത്യസ്തമായൊരു സംസ്കാരത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നുമാണ് വന്നതെന്ന് ഇത് കാരണം ആളുകൾ മറന്നുപോയെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ചില ആൾക്കാർക്കൊന്നും ആ ഒരു വിശദാംശങ്ങൾ ഒരു പ്രശ്നമേ അല്ല. അവർ ആ ഫോട്ടോനെ ഒരു ചിത്രമായി നോക്കിയില്ല, തങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് അവർ അതിനെ കണ്ടത്. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം ചിലർ ഈ ചിത്രത്തിന്റെ സ്വാധീനത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. യേശു യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്ന് അവർ ചിന്തിച്ചു. യേശു ഒരു യൂറോപ്യൻ വംശജനായിട്ടാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെയല്ലല്ലോ. അപ്പൊ ആളുകളെ ഇങ്ങനെ തോന്നിപ്പിച്ചത് ശരിയല്ലല്ലോ എന്ന് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. എന്തൊക്കെ ചോദ്യങ്ങൾ ഉയർന്നാലും ഈ ചിത്രം എല്ലാ സ്ഥലങ്ങളിലും വ്യാപിക്കാൻ തുടങ്ങി. ഈ ഒരു ചിത്രം പെയിന്റിംഗ് എന്ന നിലയിലല്ല, ഒരു പ്രകൃത്യാതീതമായ ഒരു സംഭവമായിട്ടാണ് എല്ലാവരും കണ്ടത്. ചരിത്രപരമായി ഈ ചിത്രം തെറ്റാണെങ്കിൽ പോലും അത് വലിയ കാര്യത്തെ പ്രതിനിധീകരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്ത് ലോകത്തിലെ ഏറ്റവും പുനർനിർമ്മിക്കപ്പെട്ട ചിത്രങ്ങളിലൊന്നായി ഈ ചിത്രം മാറിയിരുന്നു. ഇപ്പോഴും അതിന് പോരായ്മകളും കൃത്യമല്ല എന്ന് നമുക്ക് അറിയാമെങ്കിലും അത് ഇപ്പോഴും പലരുടെയും മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നുണ്ട്. അങ്ങനെ സ്ഥാനം പിടിക്കാൻ വേറൊരു കാരണം കൂടെയുണ്ട്. നാം ഇതുവരെ കണ്ടിട്ടുള്ള യേശുവിനെ കുറിച്ചുള്ള എല്ലാ സിനിമകളിലും ഈ രൂപത്തെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്. അതിൽ യേശുവിന്റെ രൂപം പോലും നോക്കിയാൽ ഈ സാൽമൻ വാർണർ രൂപം കൊടുത്ത ആ രൂപത്തിന്റെ സാമ്യത്തിലുള്ള ഒരാളെയാണ് അതിനകത്ത് അഭിനയിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ലോകമെമ്പാടും വ്യാപിച്ച ഒരേ ഒരു യേശുക്രിസ്തുവിന്റെ ചിത്രം സാൽമന്റെ ചരിത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പല പല രാജ്യങ്ങളിൽ ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോഴും വ്യാപിക്കുന്നുണ്ട്. വാർണർ സാൽമന്റെ പെയിന്റിങ്ങിൽ യേശു ഒരു മധ്യകിഴക്കൻ ആളാണെന്ന് എടുത്തു കാണിക്കുന്നില്ല എന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന യേശുവിന്റെ ഫോട്ടോസ് എന്ന് പറയുന്നത് കലാകാരന്മാർ എന്താണോ യേശുവിനെ കുറിച്ച് ചിന്തിച്ചത്, അവരെന്താണോ സങ്കല്പിച്ചത്, അങ്ങനെയാണ് നാം കാണുന്നത്. യേശു യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്ന് സങ്കല്പിച്ചേ, ഒരു പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾ പുറകോട്ട് പോയി യേശു എന്ന വ്യക്തിയെ നിങ്ങൾക്ക് പേഴ്സണലി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്നൊന്ന് വർണ്ണിക്കാൻ പറ്റുമോ? നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഫോട്ടോസും
സിനിമയിൽ കണ്ടിട്ടുള്ള എല്ലാ യേശുവിന്റെ രൂപത്തെയും മറന്നേക്കുക. എന്നിട്ടൊന്ന് ചിന്തിച്ചേ, യേശു എങ്ങനെയായിരുന്നു കാണുമെന്ന്. ശരി, നിങ്ങൾ യേശു ജീവിച്ചിരുന്ന കാലത്തേക്കും ആ സ്ഥലത്തേക്കും ശരിക്കും തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അത്ഭുതപ്പെട്ടേക്കും. കാരണം യേശു എങ്ങനെയായിരിക്കും സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള യേശുവിന്റെ ഫോട്ടോ ആണെന്ന് പറയുന്ന എല്ലാ ഫോട്ടോസിൽ നിന്നും വളരെ വ്യത്യസ്തനായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റിലെ മധ്യകിഴക്കൻ രാജ്യത്തുള്ള ജൂത എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ജൂത മനുഷ്യനായിരുന്നു യേശു. അന്നത്തെ കാലത്തെ ആളുകളുടെ രൂപം നമ്മൾ പലരും കണ്ടിട്ടുള്ള ചിത്രങ്ങളിലോ സിനിമകളിലോ പോലെ ആയിരുന്നില്ല. ആ സ്ഥലത്തെ ആളുകളുടെ സാധാരണ രൂപം എന്ന് പറഞ്ഞാൽ ഇരുണ്ട ചർമ്മം, നല്ല കറുത്ത മുടി, നല്ല കറുത്ത കൃഷ്ണമണി ഉള്ളവയായിരുന്നു. യേശു ആ സമൂഹത്തിൽ എല്ലാവരുമായി ഇഴുകി ചേർന്നാണ് ജീവിച്ചത്. ആ കാലത്തെ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. പറയത്തക്ക വിധത്തിൽ ഭയങ്കര പൊക്കമൊന്നുമില്ലായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വലിയ വ്യത്യസ്തരൊന്നും അല്ലായിരുന്നു. ബൈബിൾ ഇതിനെക്കുറിച്ച് സൂചന തരുന്നുണ്ട്. യേശയ്യാവ് 53 2 വാക്യത്തിൽ ആളുകൾ അവനെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേകതയും അവന്റെ രൂപത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. യേശു ഒരു രാജാവോ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ താമസിച്ച ഒരാളോ അല്ലായിരുന്നു. നസ്രേത്ത് എന്നൊരു ചെറിയ ഗ്രാമത്താണ് അദ്ദേഹം വളർന്നത്. തന്റെ അപ്പനായ യോസഫിന്റെ കൂടെ ഒരു തച്ചനായി ജോലി ചെയ്തു. അന്നത്തെ മരപ്പണി ഇന്നത്തെ പോലെ അത്ര സുഖകരമല്ലായിരുന്നു. കഠിനമായ ശാരീരിക അധ്വാനം വേണ്ടിയുള്ളതായിരുന്നു. അടിസ്ഥാന രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഭാരമുള്ള മരങ്ങളൊക്കെ ഉയർത്താനും സൂര്യന് കീഴിൽ പുറത്തുനിന്ന് ജോലി ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ യേശു വർഷങ്ങളോളം പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ കൈയൊക്കെ നല്ല ബലമുള്ളതായിരിക്കാനാണ് സാധ്യത. നല്ല ഭംഗിയുള്ള, വളരെ മൃദുലമായി നാം ഫോട്ടോയിൽ കാണുന്നത് പോലെ അല്ലായിരുന്നു. വെയിലും കാറ്റും ഒക്കെ കൊണ്ട് ചർമ്മം നല്ല ഇരുണ്ടതാകാനാണ് സാധ്യത. യേശു ഒരുപാട് ദൂരം നടക്കുമായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് ഒരു കുതിരയോ രഥമോ ഉണ്ടായിരുന്നില്ല. പൊടി നിറഞ്ഞ റോഡുകളുടെയും പാറക്കെട്ടുകൾ നിറഞ്ഞ കുന്നുകളുടെയും കാൽനടയായി ഒരുപാട് ദൂരം യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്തതുകൊണ്ട് തന്നെ കാലുകളൊക്കെ ഭയങ്കര ഉറപ്പുള്ളതായിരുന്നു. വലിയ ഷേപ്പ് ഉണ്ടാകാനും സാധ്യതയില്ല. ഓഹോ, യേശു ഇങ്ങനെ ആയിരിക്കാനാണോ സാധ്യത എന്നൊരു രൂപം നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ? അതുമാത്രമല്ല, ആഡംബര വസ്ത്രങ്ങളോ മൃദുവായ ചെരുപ്പുകളോ അല്ലായിരുന്നു യേശു ഇട്ടിരുന്നത്. നല്ല കട്ടിയുള്ള കമ്പിളിയും ദീർഘദൂര യാത്രകൾക്ക് വേണ്ടിയുള്ള ചെരുപ്പും ആയിരിക്കണം യേശു ധരിച്ചിരുന്നത്. ഇനി യേശുവിന്റെ മുടിയും താടിയും കുറിച്ച് നോക്കാം. എല്ലാ ഫോട്ടോസിലും സിനിമയിലും യേശുവിന് നല്ല നീളമുള്ള മുടി ഉള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ സത്യത്തിൽ അന്നത്തെ ജൂതന്മാർ സാധാരണയായി അത്രയും നീളത്തിൽ മുടി നീട്ടാറില്ല. കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിനു വേണ്ടി വളരെ ചെറുതായിട്ടാണ് വളർത്തിയിരുന്നത്. നല്ല ചൂടുള്ള സ്ഥലത്ത് നീണ്ട മുടി കൈകാര്യം ചെയ്യുന്നത് വളരെ പാടാണ്. മാത്രമല്ല, യാത്ര ചെയ്യുമ്പോൾ പൊടിയടിച്ച് മുടിയുടെ കോലം കെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അന്നത്തെ ആൾക്കാർ മുടി വളരെ ചെറുതായി മാത്രമേ വളർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ താടിയും ആ കാലത്തെ മറ്റു ആൾക്കാരെ പോലെ സാധാരണയായിട്ടാണ് വളർത്തിയിരുന്നത്. യേശുവിന് മേക്കപ്പ് ഉപകരണങ്ങൾ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രൂപം വളരെ നോർമൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ എളിമയുള്ള ജീവിതശൈലിയെയാണ് ഇത് കാണിക്കുന്നത്. യേശു എങ്ങനെയായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നാം ഇപ്പോൾ കണ്ട രസകരമായ കാര്യങ്ങളെല്ലാം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, യേശു താമസിച്ചിരുന്ന പ്രദേശത്ത് കണ്ടെത്തിയ പുരാതന തലയോട്ടികളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്നാണ് ഇതെല്ലാം മനസ്സിലാക്കിയത്. അക്കാലത്തെ ഒരു ശരാശരി ജൂതപുരുഷൻ എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും ഈ തലയോട്ടികൾ ഉപയോഗിച്ചു. ഈ തലയോട്ടികളെക്കുറിച്ച് പഠിച്ചു. വൃത്താകൃതിയിലുള്ള മുഖവും നല്ല വീതിയുള്ള മൂക്കും ഇരുണ്ട കണ്ണുകളുമുള്ള ഒരു മനുഷ്യനെയാണ് ഈ മോഡലുകളെല്ലാം കാണിക്കുന്നത്. ആ കാലഘട്ടത്തിലെ പുരുഷന്മാരുടെ ശരാശരി ഉയരം ഏകദേശം 5 അടി 5 ഇഞ്ചൊക്കെ ആയിരുന്നു. ഇന്നത്തെ കാലം അനുസരിച്ച് നോക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഹൈറ്റ് ഇച്ചിരി കുറവാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അദ്ദേഹത്തിന്റെ കാലത്ത് അത് തികച്ചും സാധാരണമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം. സിനിമകളിലോ ചിത്രങ്ങളിലോ നമ്മൾ പലപ്പോഴും കാണുന്ന തിളക്കമുള്ള നല്ല നിറങ്ങളുള്ള നീണ്ട വസ്ത്രങ്ങൾ യേശു ധരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ചായം പൂശാത്ത കമ്പിളി കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ബ്രൗൺ പോലുള്ള മണ്ണിന്റെ കളറായിരുന്നു. അദ്ദേഹം അങ്കി ധരിച്ചിരുന്നു. അത് നീണ്ട ഷർട്ട് പോലെയായിരുന്നു. അതിനു മുകളിൽ ചൂടിനു വേണ്ടി ഒരു മേലങ്കി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ ലെതർ അല്ലെങ്കിൽ തോൽ കൊണ്ടായിരുന്നു. ഒരുപാട് ദൂരം നടക്കാൻ എളുപ്പമുള്ളതും നല്ല ഉറപ്പുള്ളതുമായിരുന്നു. കൂടെയുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് അദ്ദേഹം വസ്ത്രം ധരിച്ചിരുന്നത്. വേറിട്ട് നിൽക്കാതെ അവരോട് കൂടെ ഇഴുകി ചേർന്നാണ് ജീവിച്ചത്. നമ്മൾ എല്ലാവരും യേശുവിനെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമായ രൂപമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. യൂറോപ്പിലെ കലാകാരന്മാർ യേശുവിനെ സ്വന്തം സംസ്കാരത്തിലെ ആളുകളെ പോലെ തോന്നിപ്പിക്കാൻ ഒരു രൂപം വരച്ചു. അതുകൊണ്ടാണ് ആ ചിത്രത്തിൽ ഇളം നിറമുള്ള ചർമ്മവും നീല കണ്ണുകളുമുള്ളവനായി നമുക്കത് കാണാൻ കഴിയുന്നത്. യേശുവിന്റെ രൂപഭാവമല്ല അദ്ദേഹത്തെ പ്രത്യേകതയുള്ളവനാക്കിയതെന്ന് ശ്രദ്ധിക്കുക. ആളുകൾ യേശുവിനെ അനുഗമിക്കാനുള്ള കാരണം അദ്ദേഹം വ്യത്യസ്തനായോ അല്ലെങ്കിൽ ആകർഷിക്കുന്ന രീതിയിൽ ഉള്ളവനായതുകൊണ്ടല്ല. അവൻ പറഞ്ഞതും ചെയ്തതും കണ്ടതുകൊണ്ടാണ് അവർ അവനെ അനുഗമിച്ചത്. അവന്റെ പഠിപ്പിക്കലുകൾ, ദയ, അത്ഭുതങ്ങൾ എന്നിവയാണ് ആളുകളെ അവനിലേക്ക് ആകർഷിച്ചത്. അല്ലാതെ അവന്റെ ശാരീരിക സവിശേഷതകളല്ല.
യേശുക്രിസ്തുവിന്റെ രൂപത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.